ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്നത്തെ വ്ളോഗിൽ ഇറ്റാലിയൻ സ്പെഷ്യൽ ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ്. നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ചിക്കൻ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. നമുക്ക് 1.5 കിലോ ചിക്കനാണ് വേണ്ടത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്. ചില്ലി ഫ്ലേക്സ് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതോ അതോ വാങ്ങിക്കുന്നതോ മതിയാവും. കുറച്ചേറെ കറിവേപ്പിലയും 1/4 കിലോയോളം ചുമന്നുള്ളിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും. നമ്മൾ വേറെ മസാലാസ് ഒന്നും തന്നെ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ നമ്മൾ ചട്ടിക്കകത്താണിത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ചട്ടി ചിക്കൻ നമുക്കിതിനെ വിളിക്കാം. നമുക്കിപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ കറിവേപ്പില, വീട്ടിൽ തന്നെ വളർത്തിയ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/4 കിലോ ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 2-3 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞങ്ങൾക്ക് നല്ല എരിവ് വേണം, സ്പൈസി ആണ് ഇഷ്ടം. അതുകൊണ്ട് നന്നായിട്ട് എരിവിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് പിരിയൻമുളക് ഇട്ടാൽ കുറച്ച് കളറും കൂടെ കിട്ടുന്നതാണ്. എന്തായാലും നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ ഒരു എരിവും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഫുൾ കിട്ടാനായിട്ട് ചെറിയ പീസസാണ് നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. അതുകൊണ്ട് മൂടി വെച്ച് തന്നെ വേവിക്കണം. കണ്ടോ, ഇപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ മാത്രമാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ സിമ്മിലിട്ട് കൊടുത്തിട്ട് ആ ഒരു വെള്ളം പറ്റുന്നിടം വരെ നമ്മളതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കണം. ഇതിപ്പം വെള്ളം നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. ആ വെള്ളം പറ്റുമ്പോഴത്തേക്ക് ആ ഗ്രേവി ഫുള്ള് ചിക്കനിൽ നന്നായിട്ട് കവറായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചട്ടി ചിക്കൻ റെഡിയായി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പറ്റിയൊരു കറിയാണ് നമുക്കിത്. സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ മസാലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ഫീലിംഗ് ആണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് അഭിപ്രായം എൻ്റെ കമൻറ്റ് വഴി അറിയിക്കണം. വേറെ യാതൊരു മസാല ഐറ്റംസും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത. ഇന്ന് ഞങ്ങൾ ചോറിന് കറിയായിട്ടാണ് കേട്ടോ ചിക്കൻ യൂസ് ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പം ബൈ.